റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ സീസണിൽ മിന്നും ഫോമിൽ നിൽക്കവെയാണ് ലിവർപൂളിന് PSG നിന്ന് പണി കിട്ടിയതെങ്കിൽ ഇത്തവണ ലിവർപൂൾ അത്ര നല്ല ഫോമിലല്ല. ഈ ഫലത്തിന് വ്യത്യാസമൊന്നുമില്ല. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് അഗ്രിഗേറ്റ് ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ലിവർപൂളിനെ തോൽപ്പിച്ചുകൊണ്ട് PSG ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. പാഗ്ഡസ് പ്രിൻസസിൽ നടന്ന ആദ്യപാദ മത്സരം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ച PSG ഇതാ ആൻഫീൽഡിലും അത് ആവർത്തിച്ചിരിക്കുന്നു. ഓസ്മാൻ ഡംബലയാണ് PSG 2 ഗോളുകളും നേടിയത്. ആദ്യ പാദത്തിൽ 2 ഗോളുകളുടെ കടമുള്ളത് കൊണ്ട് തന്നെ ലിവർപൂൾ മികച്ച അറ്റാക്കിംഗ് നിരയും കൊണ്ടിറങ്ങി. അലക്സാണ്ടർ ഐസക്കും ഹ്യൂഗോ എക്കിറ്റിക്കയും ഫ്ലോറിൻ വേർഡ്സും സബോസ്ലായിയും അലക്സിസ് മാക്കലിസ്റ്ററും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് കിച്ച കാറസ്കേലയും ഓസ്മാൻ ഡംബലയും ഡിസിയ ഡോവും ചേർന്നുകൊണ്ട് PSG മുന്നേറ്റങ്ങൾ നയിച്ചു. പക്ഷേ കളി ഒരു അരമണിക്കൂർ പിന്നിടുമ്പോഴേക്കും ലിവർപൂളിന് ആദ്യ പണി കിട്ടി. ഹ്യൂഗോ എക്കിറ്റിക്കയ്ക്ക് പരിക്ക്. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് കളിക്കളം വിട്ടത്. ഒരു പക്ഷേ വേൾഡ് കപ്പ് പോലും നഷ്ടമായേക്കുമെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഹ്യൂഗോ എക്കിറ്റിക്കയെ മാറ്റി പിന്നെ മോ സലായെ പകരമിറക്കി. മറുഭാഗത്ത് PSG പണി കിട്ടി. നിനോ മെൻഡസിനെ പിൻവലിക്കേണ്ടി വന്നു പരിക്ക് കാരണം. ഏതായാലും ആദ്യ പകുതി ഗോൾ രഹിതമായിട്ട് അവസാനിച്ച മത്സരം രണ്ടാം പകുതിയിലാണ് പിന്നീട് ഓസ്മാൻ ഡംബലയുടെ 2 ഗോളുകളും പിറക്കുന്നത്. കിച്ച കാറസ്കേലിയ കൊടുത്ത അസിസ്റ്റിൽ നിന്ന് ഡംബലെ 73-ാമത്തെ മിനിറ്റിൽ PSG ലീഡ് നേടിക്കൊടുത്തു. ഒടുവിൽ അവസാന ഘട്ടത്തിൽ ബർക്കോളയുടെ അസിസ്റ്റിൽ നിന്ന് ഡംബലയുടെ 2ാമത്തെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം, അഗ്രിഗേറ്റ് 4 ഗോളുകളുടെ വിജയവുമായിട്ട് PSG യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ ട്രോഫിലെസ് സീസൺ ആവുകയാണ്. കഴിഞ്ഞ സമ്മറിൽ 482 മില്യൺ യൂറോയാണ് സ്പെൻഡ് ചെയ്തത് ടീമിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ടും ആർനെ സ്ലോട്ടിന് ഇത്തവണ ഒരു കിരീടത്തിലേക്കും ടീമിനെ നയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.